പത്തനംതിട്ടയിൽ മന്ത്രി പങ്കെടുത്ത ആയുഷ് ഇന്റഗ്രേറ്റഡ് ആശുപത്രി നിർമ്മാണോദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കാൻ ആളെത്തിയില്ല. ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോൾ ആരംഭത്തിൽ അപമാനം. ആരോഗ്യമന്ത്രിക്ക് മുന്നിൽ ആളൊഴിഞ്ഞ കസേരകളായിരുന്നു. എനിക്ക് ജയ് വിളിക്കാൻ ഫാൻസുകാരെ നിർത്താമെന്ന് പറഞ്ഞിട്ട് ഒരുത്തനെയും കാണാനില്ല. ഉദ്ഘാടന പ്രസംഗത്തിനുണ്ടായിരുന്നത് 10-ൽ താഴെ കാണികൾ മാത്രമാണ്. എന്താ ഉത്തമ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ പെരുമാറിയത്? എനിക്ക് തോന്നുന്നത് പുതിയ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ചുമ്മാ നിൽക്കുന്നവർക്ക് 150 രൂപ വെച്ച് കൊടുക്കുന്നുണ്ടല്ലോ. അവന്മാര് അതിനോ മറ്റോ പോയി കാണും. ഇന്ന് മന്ത്രി പൊതുവേദിയിൽ ആദ്യമായി എത്തി, അതായത് വിശ്രമത്തിന് ശേഷം ആദ്യമായി എത്തിയ ദിവസമായിരുന്നു. എവിടെയായിരുന്നു 3-4 ദിവസം? കാണാതായപ്പോൾ സന്തോഷിച്ചു. ആരെങ്കിലും തല്ലിക്കൊന്ന് കാണുമെന്ന് കരുതി. ഈ വേദിയിൽ മന്ത്രിയും നഗരത്തിലെ കൗൺസിലർമാരടക്കമുള്ള ആളുകളും ഉണ്ടായിരുന്നു. ഒരു 1-2 CPM നേതാക്കന്മാരുമുണ്ട്. എന്നാൽ സദസ്സിൽ CPM പ്രവർത്തകർ പോലും എത്തിയില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ മഹിമ. ഒരു മന്ത്രിയുടെ പരിപാടി ആകുമ്പോൾ, പ്രത്യേകിച്ച് ഒരു ഇലക്ഷൻ സമയം കൂടിയാണ്. ഒന്നിനെ വിശ്വസിക്കാൻ കൊള്ളില്ല. വിശ്വസിച്ച് കൂടെ നടക്കുന്നവരാ ചതി കാണിക്കുന്നു. അപ്പോൾ ആ ഉദ്ഘാടന ചടങ്ങിനായി ആളുകൾ എത്തേണ്ടതാണ്. പക്ഷെ പാർട്ടി പ്രവർത്തകരെ പോലും കാണാൻ കഴിഞ്ഞില്ല. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ഏറ്റവും പിൻനിരയിലായി 5 പോലീസുകാർ ഉണ്ടായിരുന്നു. ഏറ്റവും മുൻനിരയിലായി വിരലിലെണ്ണാവുന്ന കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഉദ്യോഗസ്ഥന്മാരോ മറ്റോ ആകാം. അല്ലാതെ പാർട്ടി പ്രവർത്തകരോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ആ പരിപാടിയിലേക്ക് എത്തിയില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. നിനക്കിതെങ്ങനെ സഹിക്കാൻ കഴിയും ജോസേ? ഇല്ല, തളരൂല. മനഃപൂർവ്വം കരുതിക്കുട്ടി എന്നെ കരിവാരി തേക്കാനുള്ള ശ്രമമാണ് സർ. എന്തായാലും വളരെ ആളൊഴിഞ്ഞ കസേരകൾക്ക് മുന്നിലായിരുന്നു മന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗം അടക്കം നടത്തിയത്. പ്രഭാകരേട്ടന് വീട്ടില് വിലയില്ലെങ്കിലും നാട്ടില് പുല്ല് വിലയാ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.